ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയ സംഭവത്തിൽ ഉത്തരമേഖലാ ജയിൽ ഡിഐജി വി ജയകുമാർ ജയിൽ മേധാവിക്ക് ഇന്ന് റിപ്പോർട്ട് നൽകുകയാണ്. ജയിൽ ഡിജിപിയുടെ നിലപാടിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. റിപ്പോർട്ടിന്മേൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത ഉണ്ട്. മിഥുൻ പിള്ള ഉണ്ട് വിശദാംശങ്ങളുമായി. മിഥുൻ, 4 ഉദ്യോഗസ്ഥരെ ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ആ സസ്പെൻഷൻ ആ 4 ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങേണ്ടതാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ജയിലിൽ നിന്ന് കൃത്യമായ ഒരു സഹായം ഈ കുറ്റവാളിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാൾ ജയിൽ ചാടിയത് എന്ന സംശയങ്ങളും ബലപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൂടി വരുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഖി, ഗോവിന്ദസ്വാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയ സംഭവത്തിലാണ് ഉത്തരമേഖല ജയിൽ ഡിഐജി ആയ വി ജയകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ജയിൽ ഡിജിപിക്ക് സമർപ്പിക്കുക. ജയിൽ ഡിജിപിയുടെ നിലപാടിന് അനുസരിച്ചായിരിക്കും ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുക. കാരണം നേരത്തെ രാഖി പറഞ്ഞതുപോലെ ഈ ചാർലി തോമസിന്റെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട 4 ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത്. ഈ ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ടിന്മേൽ കൂടുതൽ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, ഈ ചാർലി തോമസിനെ പാർപ്പിച്ചിരുന്ന 10ാം ബ്ലോക്കിലെ തടവുകാരെ ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇവരിൽ ചില ആളുകൾക്കെങ്കിലും ഇയാൾ ജയിൽ ചാടുന്നു എന്ന വിവരം അറിയാമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സഹ തടവുകാരുടെ അടക്കം മൊഴിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ജയിലിൽ നിന്ന് മറ്റ് സഹായങ്ങൾ കിട്ടിയോ എന്നൊരു സംശയങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലത്തെ CCTV ദൃശ്യം പുറത്തു വന്നതോടെ ഇവർക്ക് മറ്റ് നേരിട്ടുള്ള സഹായങ്ങൾ കിട്ടിയിട്ടില്ല. അതേസമയം ജീവനക്കാരില്ലാത്തത് വലിയ പ്രതിസന്ധിയായി എന്നൊരു മൊഴി പല ജീവനക്കാരും നൽകിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതടക്കം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ നടപടികൾ ജയിലിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ആവശ്യമായ ശുപാർശകളടക്കം സംസ്ഥാന സർക്കാരിലേക്ക് നൽകാനും സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ ചാർലി തോമസ് ജയിൽ ചാടുന്ന ദിവസം CCTV ദൃശ്യങ്ങൾ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയ ആളെ മറ്റൊരു പുള്ളിയുമായി അയാൾ ആശുപത്രിയിലായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ജീവനക്കാരില്ലാത്തത് കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതിലടക്കം ശുപാർശകൾ സംസ്ഥാന ജയിൽ DGPക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രാജ്യം മിഥുൻ, അതുപോലെ തന്നെ ഇയാൾ ജയിൽ വസ്ത്രത്തിലായിരുന്നില്ല ജയിൽ ചാടിയത്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു പരിശോധന അതിനുള്ളിൽ നടന്നിരുന്നില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഡയറ്റൊക്കെ നോക്കുന്നു, ജയിൽ ചാടാനുള്ള തയ്യാറെടുപ്പുകൾ മാസങ്ങളായി നടത്തുന്നു. എന്നിട്ടും ഒരു സൂചനയും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അത് അവിശ്വസനീയമെന്നേ പറയാൻ സാധിക്കും. തീർച്ചയായും അങ്ങനെ നമ്മൾ പറഞ്ഞു അത് തന്നെയാണ്. കാരണം 150 ജീവനക്കാർ വേണ്ട ഇടത്ത് വെറും 106 ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ 100ഓളം പേരാണ് ഈ 10ാം ബ്ലോക്കിൽ ഈ ഗോവിന്ദസ്വാമിയെ അല്ലെങ്കിൽ ഗോവിന്ദസ്വാമി എന്ന ചാർലി തോമസിനെ 10ാം ബ്ലോക്കിൽ 100ഓളം തടവുകാരുണ്ട്. ഈ 100 പേരെ നോക്കുവാൻ ആകെയുള്ളത് 3 ജീവനക്കാരാണ്. അപ്പോൾ ജീവനക്കാരില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് നിലനിൽക്കുന്നത്. കാരണം പലയിടത്തും നിയമനങ്ങൾ ഉൾപ്പെടെ നടക്കുന്നില്ല. ആ നിയമനങ്ങൾ നടക്കാൻ വൈകുന്നതാണ് ഇത്തരത്തിൽ ജയിലിൽ ഉൾപ്പെടെ പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, 900-900-ത്തിനടുത്ത് തടവുപുള്ളികളെ മാത്രം പാർപ്പിക്കാൻ സൗകര്യമുള്ളിടത്ത് നിലവിലുള്ള 1100ഓളം തടവുപുള്ളികളാണ്. അതായത് ജീവനക്കാരുടെ എണ്ണം കുറയുകയും തടവുപുള്ളികളുടെ എണ്ണം കൂടുകയും ചെയ്തു. സ്വാഭാവികമായും അത് വലിയൊരു പ്രതിസന്ധി ജയിലിനുള്ളിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജി, മിഥുൻ, അതുപോലെ തന്നെ ഈ ജയിൽ ജീവനക്കാരുടെ അപര്യാപ്തത നമ്മൾ പറയുമ്പോൾ ഈ അന്നേ ദിവസം ഗോവിന്ദചാമി എന്ന ചാർലി തോമസിനെ കാണുവാനില്ല അല്ലെങ്കിൽ ജയിൽ ചാടി എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട ഒരു ചിത്രമുണ്ട്. ആ ചിത്രവും ഇയാൾ പിടിയിലാകുമ്പോഴുള്ള ആ ഒരു ദൃശ്യവും തമ്മിൽ യാതൊരു സാമ്യതയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ ഉദ്യോഗസ്ഥർ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രമാണ് എന്നാണ് അന്ന് ജില്ലാ കമ്മീഷണർ പറഞ്ഞത്. അതായത് ഈ ചിത്രം കാണുമ്പോൾ നമുക്കൊക്കെ അതിശയം തോന്നും. കാരണം ഇതാരാണ് എന്ന രീതിയിൽ നമുക്ക് സംശയങ്ങൾ തോന്നും. അത്തരത്തിൽ യാതൊരു സാമ്യവും ഇല്ലാത്ത രീതിയിലാണ് ഗോവിന്ദചാമി എന്ന ചാർലി തോമസിനെ ലഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. തീർച്ചയായും അത് ഇയാൾക്ക് ബ്ലേഡ് അലർജിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക എക്സംഷൻ ഈ ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ ചാർലി തോമസ് വാങ്ങിയിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. എന്നാൽ സ്വാഭാവികമായും അത്തരത്തിലൊരാൾ താടി വളർത്തുന്നുണ്ടെങ്കിൽ അയാളുടെ ആ രീതിയിലുള്ള ചിത്രങ്ങൾ തന്നെ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്വം ജയിൽ അധികൃതരെ സംബന്ധിച്ചുണ്ട്.
എന്നാൽ ആ നടപടികളൊന്നും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ജയിൽ DIGയുടെ റിപ്പോർട്ട് DGPക്ക് സമർപ്പിക്കുന്നതോടുകൂടി പല കാര്യങ്ങളിലും കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി മിഥുൻ. ഗോവിന്ദചാമി എന്ന ചാർലി തോമസിന്റെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. തുടർ നടപടികൾ അതിനുശേഷമായിരിക്കും നമുക്ക് വ്യക്തമാവുക. കൂടുതൽ ജയിൽ ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്യും.